ഹായ് ഹലോ ഐ എം നിഷ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സിംഗിൾ വെറ്റ് പോക്കറ്റിൻ്റെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സിംഗിൾ വെറ്റ് പോക്കറ്റ് ഈസി ആയിട്ട് ചെയ്യുന്ന വിധം തന്നെയാണത്. പക്ഷേ അത് 3 പീസ് വെച്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് സിംഗിൾ പീസിലാണ്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും എളുപ്പമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് ഇതാണ്. കാരണം ആദ്യം ചെയ്യുമ്പോൾ മാത്രം നമുക്കൊരു 15 മിനിറ്റ് വേണ്ടി വരും. പക്ഷേ രണ്ടാമത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊരു കുറഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയും, ഉറപ്പായിട്ടും കഴിയും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എവിടെയാണോ പോക്കറ്റ് വരേണ്ടത് ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുക. ഇത് ചെറിയ കുട്ടിയുടെ കോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നീളത്തിലും വീതിയിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ, വലിയ ആൾക്കാരിനേക്കാളും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പീസിൻ്റെ നീളം 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ച് നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ 6.5 ഇഞ്ച് വീതിയിലും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 14 ഇഞ്ച് 14 മതിയാവും. 14 ഇഞ്ച് എടുക്കുക. അതേപോലെ തന്നെ ഒരു 6.5 ഇഞ്ച് വീതിക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം മുകളിൽ നിന്ന് ഒരു 2-2.5 ഇഞ്ച് താഴേക്കായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ചാണ് നമുക്ക് ആ വെൽറ്റ് പോക്കറ്റിൻ്റെ ആ പട്ടയുടെ വീതി വേണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ ഏകദേശം സെൻറ്റർ കണക്കാക്കി ഒരു 4.5 ഇഞ്ച് വീതി അടയാളപ്പെടുത്തുക. ഈ വരച്ച ലൈനിൻ്റെ സെൻറ്ററാക്കി ഒരു 4.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. വലിയ ആൾക്കാരാണെങ്കിൽ 5 മുതൽ 5.5 വരെ നമുക്ക് ഈ വീതി എടുക്കാം. അതേപോലെ തന്നെ പോക്കറ്റിൻ്റെ നീളം നമ്മൾ 17 ഇഞ്ച് വരെ എടുക്കാം കേട്ടോ. ആ ഒരു വ്യത്യാസം മാത്രം മതി. ഇതേപോലെ തന്നെ സ്റ്റിച്ചിങ്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് നമ്മൾ എവിടെയാണോ പോക്കറ്റ് വെക്കാനായിട്ട് വരച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഈ വരച്ച ഭാഗം വരത്തക്കവണ്ണം ഈ പീസ് വയ്ക്കുക. നല്ല വശത്താണ് കേട്ടോ. നമ്മുടെ കോട്ടിൻ്റെ നല്ല വശത്ത് വെച്ച ശേഷം ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്തിൻ്റെ മുകളിന് താഴെയിട്ട് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആ വരച്ച ലൈനിൻ്റെ മുകളിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ നടുക്കായിട്ട് ഒന്ന് മടക്കി പിടിക്കുക. തുണി ഒന്ന് മടക്കി പിടിച്ചിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്ററാക്കി നോക്കി കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ റെക്റ്റാങ്കിളായിട്ട് വരുന്ന ആ മൂലയുടെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തൊരു വി ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ അവിടം വരെ കട്ട് ചെയ്ത് വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്ത് വെച്ച ഭാഗത്തുനിന്ന് നേരെ കട്ട് ചെയ്ത് പോയി ആ വി പോലുള്ള ഭാഗത്ത് നിർത്തിയിട്ട് സൈഡിലേക്ക് നമ്മൾ കട്ട് ചെയ്യുക. സൈഡിലേക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ത്രെഡുമ്മ കൊള്ളാതെ തുണി ഫുള്ള് കട്ട് ചെയ്യണം കേട്ടോ. ആ മൂല വരെ കട്ട് ചെയ്യണം, പക്ഷേ ത്രെഡുമ്മ കൊള്ളരുത്. മൂല വരെ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ ആ ഭംഗി കിട്ടില്ല. അതാണ്. എന്നിട്ട് നമ്മൾ ആ മുകളിൽ വെച്ചിരുന്ന പീസ് ഫുള്ളും അകത്തേക്ക് തിരിച്ചെടുക്കാം. ഫുള്ളായിട്ട് നമ്മൾ ഉള്ളിലേക്ക് മറിച്ച ശേഷം ഒരു സൈഡ് ഭാഗം നമ്മൾ മറിക്കുക. മുകളിലേക്ക് ആ സൈഡ് പോർഷൻ മുകളിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ അടിയിലായിട്ട് ഒരു വി പോലത്തെ നമ്മൾ കട്ട് ചെയ്ത ആ വി പോലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കറക്റ്റ് ലെവലിൽ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആ മൂലയിൽ നമ്മൾ കട്ട് ചെയ്തപ്പോൾ വി പോലത്തെ ഒരു പോർഷൻ വന്നിട്ടുണ്ട്. അത് 2 സൈഡിലും ഉണ്ടാവും. അതൊന്ന് നേരെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കറക്റ്റായിട്ട് അത് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ള കറക്റ്റായിട്ട് അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്യാം. ഇതേപോലെ മറിച്ച് വെച്ചിട്ട് അവിടെ നമ്മൾ ആ കട്ട് ചെയ്ത വി പോലത്തെ പോർഷൻ എടുക്കാം. കണ്ടോ, ആ വി പോലത്തെ പോർഷൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ആ ഗ്യാപ്പിലേക്ക് താഴെയുള്ള നീളം കൂടിയ ഭാഗമുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗം കറക്റ്റ് ആ ഹോള് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് മടക്കി മുകളിലേക്ക് കയറ്റി വയ്ക്കുക. താഴത്തുനിന്ന് നമ്മൾ നീളമുള്ള വശത്തുനിന്ന് മുകളിലേക്ക് നമ്മൾ കുറച്ച് 2 ഇഞ്ച് ഇട്ടിട്ടുള്ളൂ, താഴേക്ക് നമ്മൾ കൂടുതൽ ഇട്ടേക്കണേ. അപ്പോൾ ആ ഭാഗത്ത് ഹോളിന് എത്ര വീതിയുണ്ട് ആ വീതിക്കനുസരിച്ച് നമ്മൾ മടക്കി മുകളിലേക്ക് കയറ്റി വയ്ക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ, കാരണം ഞാനത് എടുത്തത്ര ക്ലിയർ ആയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ആ കവർ ചെയ്ത് നമുക്ക് എത്ര ഹോളുണ്ട് അത്രയും ഹോള് കവർ ചെയ്യുന്ന രീതിയിൽ കൂടുതൽ എടുക്കരുത് കേട്ടോ, കാരണം കൂടുതലെടുത്താൽ നമ്മൾ ആ അരികൊക്കെ മെനകേടായി പോവും. അതുകൊണ്ട് കറക്റ്റ് എത്രയാണോ നമ്മൾ അരയിഞ്ചാണോ നമ്മൾ ഹോളിന് വേണ്ടി എടുത്തിരിക്കുന്നത് ആ അരയിഞ്ച് മാത്രം മടങ്ങി വരുന്ന രീതിയിൽ മടക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സൈഡ് ഒന്ന് മറിച്ചെടുത്തിട്ട് അവിടെ ഒരു ചെറിയൊരു ഫ്രില്ല് പോലെ ഉണ്ടാവും, ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പോക്കറ്റ് മടക്കി അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഏറ്റക്കുറച്ചിൽ വരും, അതൊരു അഭംഗിയായിട്ടിരിക്കും. ഇപ്പോൾ 2 വശത്തും അതേപോലെ തന്നെ ഫ്രില്ല് ഉണ്ടാവും, അതൊന്ന് നേരെ വെച്ച് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിനി ഉള്ളിലത്തെ പോക്കറ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സാധാരണ വേണമെങ്കിൽ ഇങ്ങനെ ഇത് നേരെ വെച്ച് അടിക്കാം, എന്നിട്ട് ഇൻ്റർലോക്ക് കൊടുക്കാം, പക്ഷേ അതൊരു അഭംഗിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബാക്ക് വശം എടുത്തിട്ട് സാധാരണ എടുക്കണേലും ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിക്കുക, ഇങ്ങനെ മറിച്ച് പിടിക്കാം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാം ഉള്ളിലേക്ക് ആ സൈഡ് ഭാഗവും കൂടി അതേപോലെ തന്നെ പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഭാഗവും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഉള്ളിലത്തെ തുണി തിരിച്ചെടുക്കാം. കറക്റ്റായിട്ട് തന്നെ ഉള്ളിൽ ശരിക്കും തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തിട്ട് മുകൾ ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കുന്നുള്ളൂ, ആ ഭാഗം ഒന്ന് 2 എഡ്ജിലും വിരൽ വെച്ചിട്ട് ഉള്ളിലേക്ക് ആ തുണി വെച്ച് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുത്തക്കൊണ്ണം വെച്ച ശേഷം മുകളിൽ കൂടി ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോക്കറ്റ് റെഡിയായി. നല്ല ഫിനിഷിംഗ് ആയിട്ട് പോക്കറ്റ് വന്നിട്ടുണ്ട്. ഉൾവശത്ത് ഒരു സ്റ്റിച്ചിങ് പോലും പുറത്ത് കാണാത്ത വിധം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.